Hi dear students, welcome all to the new session of our maths class. Today we are going to study how to represent a set. Before going into the details, we just recollect what is a set. As you know, set is a well-defined collection of objects. Once again, set is a well-defined collection of objects. And the objects can be numbers, points or words. കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം വസ്തുക്കളെയാണ് നമ്മൾ സെറ്റ് അല്ലെങ്കിൽ ഗണമെന്ന് പറയുന്നത്. ഈ ഓബ്ജക്ട്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ നമ്പേഴ്സ് ആകാം, അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ വേർഡ്സ് ആകാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയതാണ്. നമ്മൾ ഓരോരുത്തരെയും തിരിച്ചറിയുന്നത് നമ്മളുടെ പേരിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് സെറ്റിനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി നമ്മളതിന് പേര് കൊടുക്കും. സെറ്റിന് പേര് കൊടുക്കുന്നതിന് വേണ്ടി സാധാരണയായി നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ച ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യും എന്നുള്ളതാണ്. Now we consider the examples of sets. First one, odd natural numbers less than 10. Once again, odd natural numbers less than 10. Second one, the vowels in the English alphabet. ആദ്യത്തെ എക്സാമ്പിൾ എന്താണ് തന്നിരിക്കുന്നതെന്ന് നോക്കാം. 10ൽ കുറവായ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് ഈസ് ഒറ്റ സംഖ്യകൾ. 10ൽ കുറവായ ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? 1, 3, 5, 7, 9. 10ൽ താഴെ ആയതുകൊണ്ട് 9 വരെ എഴുതുള്ളൂ. 1, 3, 5, 7, 9. ഇത്രയാണ് 10നേക്കാൾ ചെറുതായ ഒറ്റ സംഖ്യകൾ. Here we use comma to separate each numbers. Am I correct? Here, how can we represent it as a set form or a set notation? തന്നിരിക്കുന്ന രണ്ട് എക്സാമ്പിളുകളും എങ്ങനെ സെറ്റിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 എന്നുള്ളതാണ്. അതിന് എങ്ങനെ നമുക്ക് സെറ്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കാം എന്നുള്ളതാണ്. സെറ്റ് റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നതിന് വേണ്ടി ആദ്യം ആ സെറ്റിലെ ഓരോ എലമെൻസിനെയും എഴുതിയതിന് ശേഷം കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക. അതിനുശേഷം കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്ത് സെറ്റ് ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ആ സെറ്റിലെ എലമെൻസിനെ എല്ലാം എഴുതുക, ദെൻ കോമ ഉപയോഗിച്ചത് സെപ്പറേറ്റ് ചെയ്യുക, ലാസ്റ്റ് നമ്മൾ സെറ്റ് നൊട്ടേഷൻ കൊടുക്കുക, ആ കേളി ബ്രാക്കറ്റ് കൊടുക്കുക. ഇപ്രകാരം ഒരു സെറ്റിലെ എലമെൻസിനെ നിരത്തി എഴുതിയതിന് ശേഷം കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ലാസ്റ്റ് സെറ്റ് നൊട്ടേഷൻ കൊടുക്കുകയും ചെയ്താൽ ഇങ്ങനെ എഴുതുന്ന രീതിക്കാണ് നമ്മൾ പറയുന്നത് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. മലയാളത്തിൽ അതിന് പറയുന്ന പേര് പട്ടിക രീതി എന്നാണ്. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എങ്ങനെ റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ ടാബുലാർ ഫോമിൽ എഴുതാം എന്ന് നോക്കാം. ഹിയർ ദ ഗിവൺ എക്സാമ്പിൾ ഈസ് സെറ്റ് ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 10 ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. സെറ്റിന് ഉപയോഗിക്കുന്ന കേളി ബ്രാക്കറ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ നന്നായിട്ട് മനസ്സിലായിരിക്കണം. കാര്യം നമ്മൾ പ്രോബ്ലംസ് ഓരോന്ന് ചെയ്യുമ്പോഴും ഈ സെറ്റ് നൊട്ടേഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. Now we are going to discuss the second example, that is the set of all vowels in English alphabet. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവൽസിൻ്റെ കളക്ഷൻ. നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവൽസ് എ, ഇ, ഐ, ഒ, യു ആണ്. ശരിയല്ലേ? അപ്പോൾ ഇതിനെ എങ്ങനെ ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതാമെന്ന് നോക്കാം.
നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വവൽസ് എ ഇ ഐ ഒ യു ആണ്. ഈ ഓരോ ലെറ്ററിനെയും കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, കേളി ബ്രാക്കറ്റ് യൂസ് ചെയ്യുക. അപ്പോഴത് എന്ത് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു? റോസ്റ്റർ ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. എന്താണ് റോസ്റ്റർ ഫോം എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറയാം. തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ആണെങ്കിലും ലെറ്റേഴ്സ് ആണെങ്കിലും വേർഡ്സ് ആണെങ്കിലും അതിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് നിരത്തി എഴുതിയതിന് ശേഷം കേളി ബ്രാക്കറ്റ്, അതായത് സെറ്റ് നൊട്ടേഷൻ കൊടുക്കുക. അപ്പോഴത് ടാബുലാർ ഫോം അല്ലെങ്കിൽ പട്ടിക രീതിയിലേക്ക് മാറും. ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഈ സെറ്റിലെ എ ഇ ഐ ഒ യു എന്ന് പറയുന്ന ഓരോ എലമെൻറ്റും ഇതിലെ മെമ്പേഴ്സാണ് അല്ലെങ്കിൽ എലമെൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ പറയും എ എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ മെമ്പറാണ്, ഇ എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ എലമെൻ്റാണ്, ഐ എന്ന് പറയുന്ന ഈ സെറ്റിൻ്റെ എലമെൻ്റാണ് എന്ന് നമ്മൾ പറയും. നെക്സ്റ്റ് നോട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഇഫ് സ്മോൾ ലെറ്റർ എ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ദി സെറ്റ് ക്യാപിറ്റൽ ലെറ്റർ എ, then we say that A belongs to capital A. A belongs to capital A. എ എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെൻ്റാണ് സ്മോൾ ലെറ്റർ എ എങ്കിൽ നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ബിലോങ്സ് ടു എ എന്നാണ് പറയുന്നത്. എ ബിലോങ്സ് ടു എ എന്ന് പറയുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് ലെറ്ററാണ് എപ്സിലോൺ. അത് വായിക്കുന്നത് എ ബിലോങ്സ് ടു എ എന്നാണ്. ഒന്നുകൂടി പറയാം. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് സെറ്റ്. ആ സെറ്റിലെ ഒരു എലമെൻ്റാണ് സ്മോൾ ലെറ്റർ എ. നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ കൊടുക്കുന്നത്. സ്മോൾ ലെറ്റർ എ ആ ക്യാപിറ്റൽ ലെറ്റർ എയിലെ ഒരു എലമെൻ്റാണ്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എ ബിലോങ്സ് ടു എ എന്നാണ്. ആ ബിലോങ്സ് ടു എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന സിമ്പൽ എപ്സിലോൺ എന്ന ഗ്രീക്ക് ലെറ്ററാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. ഇനി ഒരു എലമെൻറ്റ് ആ സെറ്റിലെ എലമെൻ്റ് അല്ല എന്ന് പറയണമെങ്കിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും എന്നുള്ളതാണ് പഠിക്കുന്നത്. ബി എന്ന് പറയുന്ന എലമെൻറ്റ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ് അല്ല എങ്കിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? ആണ് എങ്കിൽ നമുക്കറിയാം ബി ബിലോങ്സ് ടു എ എന്ന് എഴുതും. അല്ല എങ്കിൽ ബി നോട്ട് ബിലോങ്സ് ടു എ എന്ന് എഴുതി. ബി നോട്ട് ബിലോങ്സ് ടു എ എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ ഈക്വൽ എഴുതി നോട്ട് ഈക്വൽ ടു എഴുതുന്നത് പോലെ തന്നെയാണ് നോട്ട് ബിലോങ്സ് ടു റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ദർ ആർ 2 മെത്തേഡ്സ് ഓഫ് റെപ്രസെൻറ്റിങ് എ സെറ്റ്. ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 2 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം. സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്താണെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതേ ഉള്ളൂ. തന്നിരിക്കുന്ന സെറ്റിലെ എലമെൻസിനെ നിരത്തി എഴുതിയതിന് ശേഷം കോമ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുക, ദെൻ സെറ്റ് നൊട്ടേഷൻ കൊടുത്തത് എഴുതുക. അതാണ് ടാബുലാർ ഫോം എന്ന് പറയുന്നത്. അടുത്ത നോട്ട് എന്താണെന്ന് നോക്കാം. ഇൻ റോസ്റ്റർ ഫോം ഓർഡർ ഇൻ വിച്ച് ദ എലമെൻറ്റ്സ് ആർ ലിസ്റ്റഡ് ഈസ് ഇമ്മെറ്റീരിയൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ എലമെൻസിനെ നിരത്തി എഴുതി കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തു, കേളി ബ്രാക്കറ്റ് കൊടുത്താണ് റോസ്റ്റർ ഫോം എഴുതുന്നത്. അതിനകത്ത് എലമെൻസിൻ്റെ ഓർഡർ എങ്ങനെ വേണമെങ്കിലും എഴുതാമെന്നാണ് നിയമം. എക്സാമ്പിൾ തന്നിരിക്കുന്നത് നോക്കാം. സെറ്റ് 1 2 3 4 ഈക്വൽ ടു സെറ്റ് 4 2 3 1. അതായത് ആദ്യം എഴുതിയിരിക്കുന്ന സെറ്റും രണ്ടാമത് എഴുതിയിരിക്കുന്ന സെറ്റും ഒന്ന് തന്നെയാണ്. എലമെൻസ് ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ, എന്നാലും സെറ്റിന് വ്യത്യാസം വരില്ല. Let us consider another example. Set of all natural numbers divide 42. 42നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 42ൻ്റെ ഫാക്ടേഴ്സ് അതിനെ ഒരു സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. 42ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. 42നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സെറ്റിൽ ഒരു എലമെൻറ്റ് 1 ആയി. എഗെയിൻ 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2ഉം ഈ സെറ്റിലെ എലമെൻ്റായി. 42നെ 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം.
അപ്പോൾ 3 ഈ സെറ്റിലെ എലമെൻ്റായി. അതുപോലെ 42നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 14 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 21 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 42നെ 42 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഈ സെറ്റിലെ എലമെൻറ്റ്സ് ആകും. സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള ആദ്യത്തെ മെത്തേഡാണ് റോസ്റ്റർ ഫോം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതാണ് സെറ്റ് ബിൽഡർ ഫോം. സെറ്റ് ബിൽഡർ ഫോമിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് നിബന്ധനാ രീതി എന്നാണ്. എങ്ങനെയാണ് നിബന്ധനാ രീതിയിൽ സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? നിബന്ധനാ രീതിയിൽ നമ്മൾ സെറ്റിലെ എലമെൻസിൻ്റെ ഒരു കോമൺ പ്രോപ്പർട്ടി നമ്മൾ മെൻഷൻ ചെയ്യും. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ സെറ്റ് ബിൽഡർ ഫോമിൽ നമ്മൾ ആ സെറ്റിലെ എലമെൻസിൻ്റെ പ്രോപ്പർട്ടി ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു കണ്ടീഷനായിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. സെറ്റിലെ എല്ലാ എലമെൻസും ആ കോമൺ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. എന്നാൽ സെറ്റിന് പുറത്തുള്ള ഒരു എലമെൻസിന് പോലും ആ കോമൺ പ്രോപ്പർട്ടി ഉണ്ടായിരിക്കുകയില്ല. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ ഒരു സെറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം എന്ന് നോക്കാം. എക്സാമ്പിൾ, ദ വവൽസ് ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമ്മൾ ഓൾറെഡി ഇതിനെ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുന്നതെന്ന് പഠിച്ചിട്ടുള്ളതാണ്. ഇതെങ്ങനെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാമെന്ന് നോക്കാം. ഈ എക്സാമ്പിളിൻ്റെ കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവലാണെന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി. ഇനി ഇതിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കൊടുക്കും, അതിനുശേഷം എക്സ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി മെൻഷൻ ചെയ്ത് എഴുതുകയാണ് ചെയ്തിരിക്കുന്നത്. അത് വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്നാണ് വായിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ എക്സുകളുടെ കളക്ഷനാണ്. ആ എക്സുകളുടെ പ്രോപ്പർട്ടി എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഒരു വവലാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഒരു വവലാണ്. അതിൻ്റെ കളക്ഷനാണ് ഇവിടുത്തെ സെറ്റ്. ആ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ പ്രോപ്പർട്ടിയാണ് അതിനുശേഷം കൊടുത്തിരിക്കുന്നത്. അത് വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ വവൽ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ഡിവൈഡ് 42. ഇതേ ക്വസ്റ്റ്യൻ റോസ്റ്റർ ഫോമിൽ എഴുതിയതാണ്. ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാം? ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 42. അതാണ് ഇവിടുത്തെ കോമൺ പ്രോപ്പർട്ടി. അപ്പോൾ ഇതിനെ എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം? ഏത് സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഈസ്. അതിനുശേഷം ആ സെറ്റിൻ്റെ കോമൺ പ്രോപ്പർട്ടി മെൻഷൻ ചെയ്യണം. എക്സ് എന്ന് പറയുന്നത് ആ കോമൺ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു സിമ്പലാണെന്നേ ഉള്ളൂ. സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. എ ഈസ് ഈക്വൽ ടു, സെറ്റിനൊരു പേര് കൊടുത്തന്നേ ഉള്ളൂ, അത് നമുക്ക് ഇഷ്ടമുള്ള ലെറ്റർ ഉപയോഗിക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ വിച്ച് ഡിവൈഡ്സ് 42. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ.